ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാട്ടത്തെ കിളിക്കൂടൽ നിധി ഹരീഷിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, സുധീഷ് അങ്ങോട്ടെങ്ങാനും വന്നോ അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്ന്. അപ്പോഴേ ഹരീഷിന് ഡൗട്ട് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് എല്ലായിടത്തും ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നിധി പറയുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല, നീ പേടിക്കേണ്ട. ഹരീഷിനാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കോൾ കട്ട് ചെയ്യണം. അങ്ങനെ അവൻ വീട്ടിലേക്ക് വന്നിട്ട് സുഭാഷിനോടും നികേഷിനോടും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോഴേക്കും സുഭാഷ് പേടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ ആദ്യം ഒന്നും പറയാഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ വിടത്തില്ലായിരുന്നല്ലോ. പക്ഷേ അയാളുടെ അഭിനയം കണ്ടപ്പോൾ എല്ലാം സത്യമാണെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സുധീഷിന് അവരെങ്ങോട്ടാ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടൻ ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ. എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. എന്ത് ചെയ്യും, എവിടെ തുടങ്ങും ഒന്നും അറിയില്ലല്ലോ. അപ്പോഴേക്കും ഭാസ്കരൻ ഹാളിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴും ഉറപ്പുണ്ടായിരുന്നു അവളുടെ അച്ഛൻ്റെ അഭിനയം കണ്ടപ്പോൾ. എനിക്ക് ആദ്യം സംശയം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കുഴപ്പമായിട്ട് കാണും. അതാ ഞാനൊന്നും പറയാഞ്ഞത്. നമുക്ക് പറ്റി തെറ്റെന്നറിയോ? അവളുടെ അച്ഛനെ കണ്ണടച്ച് വിശ്വസിച്ചത്. പക്ഷെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളൊക്കെ മണ്ടന്മാരാണോടാ? കാരണം അവരിവിടെ കയറി വന്ന് തല്ലിയവരാ. അതുപോലെ തന്നെ അവളുടെ സർട്ടിഫിക്കറ്റ് മൊത്തം കത്തിച്ചു. എന്നെ കുത്തിക്കൊല്ലാൻ വരെ അവളുടെ ഏട്ടൻ നോക്കി. അങ്ങനെയുള്ളവരുടെയൊക്കെ സ്വഭാവം ഒരു ദിവസം കൊണ്ട് എങ്ങനെയാ മാറാ? അപ്പോഴെനിക്ക് തോന്നിയിരുന്നു എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന്. ആളുകളെ തന്ത്രത്തിൽ കൊണ്ടുപോയിട്ട് കൊന്നുകളയുന്ന എത്ര വാർത്തകൾ നമ്മൾ കേൾക്കാറില്ലേ? എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തോ പ്ലാനായിട്ട് അയാൾ വന്നെന്ന്. അത് കേട്ടപ്പോഴേക്ക് സുഭാഷും ഹരീഷും നികേഷൊക്കെ വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. നികേഷ് ആണെങ്കിൽ കരയാണ് കേട്ടോ അത് കേട്ടപ്പോൾ. അപ്പോഴേക്ക് സുഭാഷ് ചൂടായിട്ട് ഭാസ്കരനോട് പറയുന്നുണ്ട്, ഏയ് എന്തൊക്കെയായി പറയുന്നേ? ഹരീഷ് ചൂടാവുന്നുണ്ട്. ഹരീഷ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ വർത്താനം. അപ്പോൾ ഭാസ്കരൻ പറയാണ്, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും പറ്റില്ലല്ലോ. കാശുള്ളവൻ വന്ന് ചിരിച്ചപ്പോൾ നിങ്ങളൊക്കെ വീണു, അതെന്നെ സത്യം. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, കാശുള്ളത് കണ്ടിട്ടൊന്നുമല്ല, അത് ഏടത്തിയുടെ അച്ഛനായിട്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ പെരുമാറിയത്. എന്തായാലും അയാൾക്ക് വേണ്ടത് അയാൾ പെട്ടെന്ന് നേടിയെടുത്തു, നിങ്ങളൊക്കെ മണ്ടന്മാരായതുകൊണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അവർക്കാർക്കും ഒന്നും തിരിച്ച് പറയാനില്ല. നികേഷ് ആണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഹരീഷ് അവനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്, എടാ കരയിലടാ, ഒന്നും പറ്റില്ല, നമുക്ക് എന്തായാലും തിരയാം, ഈ രാത്രിന് നമുക്ക് സുധീഷേട്ടനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇങ്ങനെയൊന്നും സംഭവിക്കൊന്നുമില്ല, നീ പേടിക്കലാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടൻ നിധിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, സുധീഷ് വന്നോ? വന്നിട്ടില്ല. അല്ല മോളെ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അപ്പോഴേക്കും നിധി കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം പണം അച്ഛൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അരുണേട്ടനായിരുന്നു പോകാനിരുന്നത്, പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ പോകാൻ പറ്റിയില്ല. അങ്ങനെ സുധീഷിനെ ഏൽപ്പിക്കായിരുന്നു. ഇതുവരെ വന്നില്ല, വണ്ടി കൊടുക്ക് കാണാനില്ല. പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് സുധീഷ് ആ പൈസയും സ്വർണവും മോഷ്ടിച്ച് പോയെന്നാണ്. എനിക്കറിയില്ല സുഭാഷ് ഏട്ടൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അത് കേട്ടപ്പോൾ അവർക്ക് ബോധ്യമായിട്ടോ, എന്തായാലും ഇത് അവളുടെ അച്ഛൻ്റെ പ്ലാൻ തന്നെയാണെന്ന്. അപ്പോൾ നിധിനോട് സുഭാഷ് പറയുന്നുണ്ട്, മോളെ നിനക്കറിയില്ല സുധീഷ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്കറിയാം സുഭാഷ് ഏട്ടാ, അത് ഞാൻ ഇവരോട് പറഞ്ഞു, സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന്. പക്ഷെ ഇവരാരും വിശ്വസിക്കുന്നില്ല. അവർ സുധീഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സുധീഷ് ആ പണവും സ്വർണവും എടുത്ത് മോഷ്ടിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, നമുക്ക് എന്തായാലും അവനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇനി നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ സുധീഷേട്ടനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുധീഷിനെ തട്ടിക്കൊണ്ടുപോയ വീടിൻ്റെ പുറത്താണ് കേട്ടോ. അവിടേക്കൊരു കാറ് വരുന്നുണ്ട്. ആ കാറിൽ നിന്ന് ഇറങ്ങുന്നത് രാജീവും അരുണും ആയിരുന്നു. പിന്നീട് ആ ഗുണ്ടകളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, എടാ പ്രശ്നമൊന്നുമില്ല, അവന് ഇതുവരെ സംശയം തോന്നിയിട്ടില്ലല്ലോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, അവനൊരു സംശയം തോന്നിയിട്ടില്ല, അവനെ മൂത്രം ഒഴിക്കാൻ പോലും ഞങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടില്ല സാർ, അതുകൊണ്ട് പേടിക്കേണ്ട എന്നൊക്കെ പറയാണ്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, എങ്കിൽ ആ സ്വർണ്ണമുള്ള ബാഗ് പുറത്തേക്ക് എടുത്തുകൊണ്ട് വാന്ന് പറയുമ്പോൾ ആ ഗുണ്ട അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അയാളെ കണ്ടതും സുധീഷ് കൊതറിയോണ്ട് നിൽക്കണം, എന്നെ പുറത്തു വിടണം എന്നൊക്കെ അവൻ ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ്റെ വായ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. അവനിങ്ങനെ കൊതറുന്നുണ്ട് കേട്ടോ. അയാളാണെങ്കിൽ അവനെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോയിട്ട് ആ സ്വർണ്ണവും പൈസയുള്ള ബാഗ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് പോകുമ്പോൾ അത് സുധീഷ് കാണുകയാണ്. അപ്പോൾ അവന് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഭഗവാനെ ഇതുവരെ ആർക്കാണ് കൊടുക്കാൻ പോകുന്നത്? ഈ പണം അടങ്ങിയ ബാഗ് അവർ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇനി അവരെന്നെ എന്ത് ചെയ്യും? ഈശ്വര പേടിയാവുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അവന്. അങ്ങനെ സ്വർണം കൊണ്ട് ആ ഗുണ്ട പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, എടാ കറക്റ്റല്ലേ, എല്ലാ ഇതിലില്ലേ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആ സാർ എല്ലാം കറക്റ്റാണ്. പിന്നെ ഒരു കാര്യം, അവനൊരു തരത്തിൽ സംശയം തോന്നാൻ പാടില്ല കേട്ടോ. അത് കേട്ടപ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല സാർ, ഒരു തരത്തിൽ സംശയം ഉണ്ടാവില്ല, ഉറപ്പാണ്. അപ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അച്ഛാ അവൻ ഇവിടെ വെച്ച് തീർത്താലോ? അത് കേട്ടപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഇവിടെ വെച്ചൊന്നും പറ്റില്ല, എന്തായാലും അവനെ തീർക്കേണ്ടി തന്നെ വരും, നമുക്ക് നോക്കാം, നമുക്ക് വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാം, പക്ഷെ ഒരു തരത്തിലും നമ്മളാന്ന് അവൻ അറിയാൻ പാടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, എനിക്കൊരു കണക്ക് തീർക്കാനുണ്ട്. അപ്പം രാജീവ് ചോദിക്കുന്നുണ്ട്, എന്ത്? എനിക്ക് അവനിട്ടൊന്ന് പൊട്ടിക്കാനുണ്ട്. അത് കേട്ടപ്പോൾ രാജീവ് പറയുന്നുണ്ട്, നീ അബദ്ധമൊന്നും കാണിക്കല്ലേ, എടാ അവന് മനസ്സിലാവും. അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ മുഖംമൂടി അണിഞ്ഞിട്ടേ പോകുന്നത് എന്നും പറഞ്ഞിട്ട് സുധീഷിൻ്റെ അടുത്തേക്ക് അരുണ് ഗുണ്ടകളുടെ കൂടെ പോവാണ് കേട്ടോ. നമ്മുടെ കിളിക്കൂട്ടിലാണെങ്കിൽ എല്ലാവരും തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്നൊന്നും അവർക്ക് അറിയുന്നില്ല.
അപ്പോഴേക്കും ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ നമ്മൾ ഇനി ലേറ്റായി കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം സുഭാഷ് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുക, നമ്മൾ എവിടെ അന്വേഷിക്കും? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നമുക്ക് നിധി അടുത്തിട്ട് വീട്ടിൽ പോയാലോ, അവരെന്നെയല്ലേ കാരണക്കാർ, അവിടെ പോയി നമുക്ക് ചോദിക്കാം. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നീ മണ്ടത്തരം പറയില്ല, അവിടെ പോയി കഴിഞ്ഞാലോ അത് നിധിക്ക് പ്രശ്നമാവില്ല, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ലെങ്കിൽ. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നത് എന്താ, സുധിച്ചേട്ടൻ മോഷ്ടിച്ചെന്നോ? എടാ ഞാനതല്ല പറഞ്ഞത്, നമ്മളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരല്ലെങ്കിലോ കാരണക്കാർ, അങ്ങനെയാണെങ്കിൽ നിധിക്കത്ത് പ്രശ്നമല്ലേ, നമുക്കറിയില്ലല്ലോ എന്താണ് പ്രശ്നമെന്ന്. അവൻ പോകുന്ന വഴിക്ക് വേറെ ആരെങ്കിലും ആണെങ്കിലോ? അത് കേട്ടപ്പോൾ ഭാസ്കരൻ ദേഷ്യത്തോടെ വന്നിട്ട് പറയുന്നുണ്ട്, എടാ മണ്ട, അത് അവളുടെ അച്ഛൻ തന്നെയാണ്, വേറെ ഒന്നും ആലോചിക്കാനില്ല, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, ഇനി വേറൊന്നും ആലോചിക്കാതെ പോയി തിരയാൻ നോക്കടാ അവനെ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് ഭാസ്കരൻ ഇങ്ങനെ പറയുന്നുണ്ട്, എടാ രാജീവ, എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു മകനുണ്ടല്ലോ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ പറയാൻ കേട്ടോ. പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, ഭാസ്കറിൻ്റെ ഉള്ളിൽ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തൻ്റെ മകനെയല്ലേ കാണാതായിരിക്കുന്നത്. അങ്ങനെ ഹരീഷ് സുഭാഷ് ചേട്ടന് പോകാൻ നിൽക്കുമ്പോൾ നികേഷും പറയുന്നുണ്ട്, ഞാനും വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, ഏയ് വേണ്ട വേണ്ട, നീ വരണ്ട, ഞങ്ങൾ പോയിക്കോളാം, എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല സുഭാഷ് ചേട്ടൻ, ഞാൻ വന്നോട്ടെ. അപ്പോൾ ഹരീഷും പറയുന്നുണ്ട്, എന്നാൽ അവനും വന്നോട്ടെ. അങ്ങനെ അവർ പോവാണ് കേട്ടോ. അരുണാണെങ്കിൽ തൻ്റെ വൈരാഗ്യം തീർക്കാനായിട്ട് സുധീഷിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. സുധീഷാണെങ്കിൽ വാടി തളർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അരുൺ വരുന്നുണ്ട്, അവൻ മുഖത്ത് മുഖം മൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ സുധീഷിന് എന്തൊരു പന്തികേട് തോന്നുന്നുണ്ട്. വന്നപ്പോൾ തന്നെ അവൻ്റെ മുഖത്ത് നിന്ന് ആ പ്ലാസ്റ്റർ അവർ ഊരിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ്റെ മുടി കുത്തി പിടിച്ചിട്ട് മുഖത്തൊരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. ആ അടിയിൽ തന്നെ സുധീഷ് ആകെ പതറി പോകുന്നുണ്ട്, നന്നായിട്ട് അവന് വേദനിക്കുന്നുണ്ട്. അതിലവൻ അലറി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആരാണ് നിങ്ങൾ, ആരാണെങ്കിലും നേർക്ക് വാടാ, മുഖം മൂടി അഴിച്ചു മാറ്റടാ, എന്തിനാ എന്നോട് കെട്ടിയിരിക്കുന്നതെന്ന് പറയടാ എന്നൊക്കെ സുധീഷ് അലറി വിളിക്കാണ് കേട്ടോ. പക്ഷേ അരുണ് തൻ്റെ അടി തുടർന്നുകൊണ്ടിരുന്നു. പിന്നീടൊരു മട്ടലെടുത്തിട്ട് അവനെ നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. പുറത്തും മുന്നിലൊക്കെ സുധീഷാണെങ്കിൽ ആർത്ത് വിളിക്കുകയാണ്, വേദന കൊണ്ട് അവൻ പൊളയാണ്. എന്നിട്ട് അരുണ് അവൻ്റെ മുടി കുത്തിപ്പിടിച്ചൊരൊറ്റ തള്ളിയിട്ട് അവിടെ നിന്ന് പോവാണ്. അടി കിട്ടി തളർന്നു പോയ സുധീഷ് ആലോചിക്കുകയാണ്, ഈശ്വര ആരാണ് ഇപ്പോൾ ഈ വന്നു പോയത്? പെട്ടെന്നാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്, ഇത് അരുണായിരിക്കും എന്നവൻ ചിന്തിക്കുകയാണ്. കാരണം മുൻപുണ്ടായിരുന്ന സംഭാഷണങ്ങളൊക്കെ അവനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്കിട്ടൊരു പണി ഇവർ തരും എന്നൊക്കെ പറഞ്ഞത് അവനിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അവന് മനസ്സിലായി ഇത് അരുൺ തന്നെയാണെന്ന്. സുധീഷിനെ അന്വേഷിക്കാനായിട്ട് സുഭാഷും ഹരീഷും നികേഷും ഒക്കെ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ആ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട്, എടാ ഞാനും കൂടെ വരാം. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അച്ഛൻ വരണ്ട, അച്ഛൻ അവിടെ പോയിരുന്നു, ഞങ്ങൾ പോയി കണ്ടെത്തിക്കോളാം. എടാ ഞാൻ വരാം, നിങ്ങൾ 3 പേരും കൂടെ എന്ത് ചെയ്യാൻ, അച്ഛൻ പോയിക്ക് പറയുന്ന കേൾക്കെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ പോവാണ്. ഭാസ്കരനാണെങ്കിൽ അവിടെ വന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിലും അച്ഛനെ ആർക്കും വിശ്വാസമൊന്നുമില്ല. അതും പറഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ കാത്തോളണേന്ന്. അത്രയും ആ ഒരു മനസ്സ് ഉരുകുന്നുണ്ട്. അത് മക്കൾക്ക് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അങ്ങനെ അവർ 3 കൂടെ ഒരു ബൈക്കിലാണ് കേട്ടോ പോകുന്നത്. ഹരീഷിൻ്റെ ബൈക്കിലാണ് അവർ പോകുന്നത്. ആ സമയത്ത് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ഹരീഷിൻ്റെ. അങ്ങനെ അവൻ ഫോൺ നോക്കുമ്പോൾ അത് നീതു ആയിരുന്നു. ഈ ഒരു സമയത്ത് അവളോട് സംസാരിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ല, അതുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്യാണ്. നീതു ആണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ഹരീഷ് നേരെ തൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് വേറൊരു സ്കൂട്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ അതിൽ അവനും കയറുന്നുണ്ട്. മറ്റേതിൽ സുഭാഷ് ചേട്ടനും നികേഷും കൂടെയാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ പോകുന്ന സമയത്ത് വീണ്ടും നീതു വിളിക്കുകയാണ്. അപ്പം സുഭാഷ് ചോദിക്കുന്നുണ്ട്, ആരടാ ഈ സമയത്ത് ഫോൺ എടുക്ക്, അതൊരു റെഗുലർ കസ്റ്റമർ, എപ്പോഴും വിളിച്ച് വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഹരീഷ് പറയാണ്. അങ്ങനെ സുഭാഷും നികേഷും ബൈക്കിൽ പോകുമ്പോൾ നികേഷ് വിളിച്ച് പറയുന്നുണ്ട്, ഹരീഷേട്ടാ വേഗം വന്നേക്കട, ഞങ്ങളുടെ പിറകെ തന്നെ എന്ന്. അപ്പോൾ ഹരീഷാടെ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഹരീഷ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ആ സമയത്ത് വീണ്ടും നീതു അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അവൻ വീണ്ടും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവൾ വിളിക്കുമ്പോൾ അവൻ ദേഷ്യത്തോട് കൂടെ ഫോൺ എടുത്തിട്ട്, എന്താ നിനക്ക് വേണ്ട, നീ എന്തിനാ ഇങ്ങനെ വിളിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അത് കേട്ടപ്പോൾ അവൾക്ക് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിനക്കറിയില്ല ഞാൻ എന്തിനാണ് വിളിക്കുന്നതെന്ന്, എനിക്ക് ഇതിനോട് സംസാരിക്കാൻ. അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ തലയിൽ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക, എനിക്കിപ്പോൾ സംസാരിക്കാൻ വയ്യ, നാളെ രാവിലെ വിളിക്കാം. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെന്താ ഇപ്പോൾ വിളിച്ചാൽ, ഇപ്പോൾ പറ, ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നേ എന്നൊക്കെ അവളും പറയും. കാരണം അവൾക്ക് സത്യമൊന്നും അറിയില്ലല്ലോ. അവനാണെങ്കിൽ ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ അവൾക്കത് സഹിക്കാനും പറ്റുന്നില്ല. അവനാണെങ്കിൽ നീ ഫോൺ വെച്ചിട്ട് പോടി പുല്ലെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അവളാണെങ്കിൽ വീണ്ടും അവനെ വിളിച്ചു. അപ്പോഴും അവന് തന്നെയാണ് പറയുന്നത്, നിനക്ക് എന്താ, നിനക്ക് തീരെ ബുദ്ധിയില്ലേ, നിന്നോട് ഞാൻ പറഞ്ഞില്ല ഒരു തവണ എന്നെ വിളിക്കേണ്ട, ഞാൻ പിന്നെ വിളിക്കാമെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഓ നീ പുറത്താണല്ലേ, നീ വെള്ളമടിക്കാൻ പോയതാണല്ലേ, എനിക്ക് മനസ്സിലാവുന്നുണ്ടെല്ലാം. അതോടെ കേട്ടപ്പോൾ അവൻ തലയ്ക്കിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യാണ്. നിധിയാണെങ്കിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫോണുണ്ട് കയ്യിൽ. ആരെങ്കിലും സുധീഷിന് എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കും, അല്ലെങ്കിൽ സുധീഷ് വിളിക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ് അവൾക്ക്. അങ്ങനെ അവൾ വീണ്ടും അവൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കോൾ എടുക്കുന്നില്ല. അതോടുകൂടെ അവൾ പ്രതീക്ഷ മൊത്തം പോവാണ് കേട്ടോ. എന്നിട്ട് അവൾ ബെഡിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ സുധീഷിന് ഒന്നും വരുത്തരുതേ, ഒരാപത്തും ഇല്ലാതെ അവനെ തിരിച്ചെത്തിക്കണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഹേമയാണെങ്കിൽ നല്ല അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്, നിധിനെ വീഴ്ത്തണമല്ലോ. അങ്ങനെ സോഫയിൽ ഇങ്ങനെ തലക്കി കൈ വെച്ചിരുന്നിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ സാന്ദ്ര വന്നിട്ട് പാല് കൊടുക്കുന്നു. അമ്മ ഈ പാലെങ്കിലും കുടിക്കുന്നു, ഒന്നും കഴിച്ചില്ലല്ലോ.
അപ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഹേമ ഒന്നുകൂടെ അഭിനയം മുറുക്കി എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്തിനാ മോളെ ഫുഡ്, എനിക്കിനി ഫുഡൊന്നും വേണ്ട, എനിക്ക് കഴിക്കാനും തോന്നുന്നില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ സാന്ദ്ര പറയുന്നുണ്ട്, പോയ മുതൽ നീ തിരിച്ച് കിട്ടും അമ്മ, ഇല്ലല്ലോ നമുക്ക് നോക്കാം, എന്തെങ്കിലും വഴി ഉണ്ടാവും. അത് കേട്ടപ്പോൾ ഹേമ പറയുന്നുണ്ട്, അതല്ല, അതുകൊണ്ടൊന്നും എനിക്കൊരു വിഷമമില്ല, പക്ഷേ എൻ്റെ മകൾ നിധി, നിൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയല്ലോ, ഒരു കള്ളൻ്റെ കൂടെ ആയിപ്പോയല്ലോ നിൻ്റെ ജീവിതം. പക്ഷെ അതൊന്നും എനിക്ക് കേൾക്കാനേ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ അവളൊന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ഹേമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എന്താവും ഭാവി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പുറത്തൊരു വണ്ടിയുടെ സൗണ്ട് കേൾക്കുകയാണ്. അപ്പം അതിൽ രാജീവും അരുണും ആയിരുന്നു. രാജീവും അരുണും നല്ല ടെൻഷൻ അഭിനയിച്ചിട്ടാട്ടോ വരുന്നത്. എന്നിട്ട് കയ്യിൽ കിട്ടി എന്തോന്ന് എറിയുന്നുണ്ട്. അപ്പോഴേക്കും അവർ ഓടി ചെല്ലുന്നുണ്ട്, അച്ഛൻ്റെ അടുത്തേക്ക് നിധി ഓടുന്നുണ്ട്. എന്നിട്ട് ഹേമ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? അത് കേട്ടപ്പോൾ രാജീവ് പറയുന്നുണ്ട്, എന്ത് പറ്റാ, അവൻ നമ്മൾ ചതിച്ചില്ലേ, അവൻ നമുക്കൊരു മുട്ടൻ പണി തന്ന് അവൻ പോയില്ലേ, ആദ്യം എൻ്റെ മകളെ കടത്തി, ഇപ്പം എൻ്റെ കയ്യിലുള്ള സ്വർണ്ണവും പണവും കടത്തി എന്നൊക്കെ പറയാണ്. പക്ഷെ നിധിക്ക് അതൊന്നും കേട്ട് നിൽക്കാനേ ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഹേമ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കല്, നിങ്ങൾക്ക് ഓൾറെഡി വയ്യാത്തതല്ല, ഇനി വയ്യാതാകും. അത് കേട്ടപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഇനി എങ്ങോട്ട് വയ്യാതാവാനാ, അവൻ എന്നെ ചതിച്ചില്ലേ, ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം അവൻ കൊണ്ട് പോയില്ലേ, പഠിച്ച കള്ളൻ, അവൻ പഠിച്ച കള്ളനാ, ചെറിയ സമയം കൊണ്ടല്ലേ അവൻ ഈ പൈസയും സ്വർണ്ണവും എല്ലാം കടത്തിയത്, അവൻ്റെ ഒരു പൊടി പോലും എവിടെയും കാണാനില്ല എന്നൊക്കെ പറയാണ്. എന്നിട്ട് സോഫയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. വന്നിരിക്കുന്ന സമയത്ത് വയ്യാത്ത മാതിരി ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹേമ ഓടി വന്നിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ രാജീവേട്ടാ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, ആ സ്വർണ്ണം പണം എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ എനിക്ക് വേണം എന്നൊക്കെ വലിയ വായിൽ വിളിച്ച് പറയാൻ കേട്ടോ. നിധി ആകെ വല്ലാതായിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ രാജീവ് പറയുന്നുണ്ട്, നീ ഒന്ന് അടങ്ങ് ഹേമ. അപ്പോൾ ഹേമ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ അടങ്ങാൻ, എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും വേദമായി കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കാവില്ലേ, ആ ദ്രോഹി മുടിഞ്ഞു പോകും, അവനീ പണം കൊണ്ടൊന്നും നേടില്ല എന്നൊക്കെ എന്തൊക്കെയോ വിളിച്ച് പറയാണ്. അപ്പോൾ അരുണും പറയുന്നുണ്ട്, അവൻ ഇത്തരത്തിൽ മുങ്ങണമെന്നുണ്ടെങ്കിൽ അവനത് നിത്യാഭ്യാസമായിരിക്കും, അവനെന്തായാലും നമ്മളെ ചതിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും ഹേമ ചൂടാവുന്നുണ്ട് നിധിനോട്, കേട്ടില്ലേടി, നിൻ്റെ ചേട്ടൻ പറഞ്ഞ കേട്ടില്ലേ, ഇനി നിനക്ക് എന്താ വേണ്ടേ, നീ അല്ലേ പറഞ്ഞ അവൻ നല്ലവനാണെന്ന്, നിനക്ക് മനസ്സിലായില്ല അവൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്താണെന്ന്. അങ്ങനെ രാജീവ് വയ്യാത്ത ആൾക്കാരെ പോലെയൊക്കെ അഭിനയിച്ചിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഇനിയെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കുക, അവൻ പഠിച്ച കള്ളനാ, ഞങ്ങളോട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു, അപ്പോൾ നിന്നെ കൈക്കിളക്കാൻ അവൻ എന്തൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം കേട്ട് പകച്ചു നിൽക്കുന്ന നിധിയെ കാണിച്ചിട്ടാണ് കേട്ടോ ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ, താങ്ക്